ഇഫ് ഐ ഡോണ്ട് എക്സൈറ്റ് മൈസെൽഫ്, സിനിമകളിൽ തന്നെ എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നില്ലെങ്കിൽ അറ്റ് എനി ഗിവൻ പോയിന്റ് ഓഫ് ടൈം ഞാൻ സിനിമ വേണ്ടെന്ന് വയ്ക്കും. സോ മൈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിൽ നെവർ എക്സൈറ്റ് എ യങ് ഫെലോ. ഐ നോ ഇറ്റ്. ഇനി വരാൻ പോകുന്ന സിനിമകളിൽ നൗ ഇറ്റ് ഈസ് ഫോർ ദം. ഐ വാസ് സപ്പോസ് ടു ഡു നിവേദ്യം, ഭാമിക്ക് അങ്ങനെ തന്നെ അറിയാം. പിന്നെ വിനുമോഹനാണ് ആ പടം ചെയ്തത്. സംബഡി ഹൂ സേസ് ദാറ്റ് ഐ ലവ് യു ആൻഡ് സംബഡി ഹൂ സേസ് ഐ ഹേറ്റ് യു, ഈ രണ്ട് പേരും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഏരിയ ഓഫ് വർക്ക് സിനിമകളാണ്. എൻ്റെ സിനിമകളിലൂടെയാണ് ഇവർ എന്നെ ഇഷ്ടപ്പെടാനും വെറുക്കാനും പോകുന്നത്. ഞാനിങ്ങനെ അച്ഛനോട് പറയുന്നത് സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ അച്ഛൻ 2-3 days കഴിഞ്ഞിട്ട് എന്നോട് ലോഹിദാസ് സാറിൻ്റെ അഡ്രസ്സ് എന്നിട്ട് പറഞ്ഞു കത്തയക്കാൻ. സോ മൈ ഫാദർ ആക്ച്വലി, അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട് ഗംഗാധരൻ അങ്കിൾ തൃശ്ശൂർ. ഗംഗാധരൻ അങ്കിൾ ഒരാളുടെ കയ്യിൽ നിന്നാണ് ഈ അഡ്രസ്സ് മേടിച്ചത്. പുള്ളി അന്ന് TG രവി സാറായിരുന്നു. സോ ഈ ഗേവ് ആൻഡ് ഞാൻ ലോഹിത് സാറിന് കത്ത് അയക്കുന്നു. കത്ത് അന്ന് രജിസ്റ്റർ കത്ത് അയച്ചത് അച്ഛൻ. എനിക്കൊന്നും അറിയില്ല. സോ ഐ വുഡ് ജസ്റ്റ് റൈറ്റ് എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കൊരു കൃത്യമായിട്ടൊരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് കോൾ ബാക്ക് ഒക്കെ വന്നു. ഞാൻ സാറിനെ പോയി കാണുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോകണം കേട്ടോ, ഒറ്റയ്ക്ക് പോയി കാണാം. അപ്പോൾ എനിക്കൊരു 18. ഈ ഭയങ്കര കോൺഫിഡൻസ് ഇതൊന്നും അറിയത്തില്ലല്ലോ, അവിടെയല്ല ജീവിച്ചത്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് പുള്ളി ആരാണെന്നും പുള്ളിയുടെ ഇമ്പാക്ട് എന്താണെന്നും സിനിമയിൽ അതൊന്നും അറിയില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞു പോയി കാണുന്നു എന്നല്ലേ. ഇപ്പം ഞാൻ ഇനീഷ്യലിയാണ് തോട്ടത്തെ അച്ഛൻ്റെ ഏതോ ഫ്രണ്ടാണെന്ന്. അപ്പോൾ ഈ സിനിമ എടുക്കുന്നൊരു ചേട്ടനാണെന്ന രീതിയിൽ ആണ് നമ്മൾ പോകുന്നത്. സാറിനും അത് മനസ്സിലായി. ബിക്കോസ് സാറ് എന്നോട് ചോദിച്ചു എന്തിനാണ് സിനിമ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ തോന്നി ചെയ്യണം എന്ന രീതി. അങ്ങനത്തെ കൺവെർസേഷൻ ആയിരുന്നു. വെൻ ഐ റീകോൾ ഇറ്റ്സ്. അപ്പോൾ ഞാനന്ന് സാറെ മീറ്റ് ചെയ്യാൻ ഒരു ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും പിന്നെ ഒരു പുതിയ ഷൂ ഒക്കെ മേടിച്ചിട്ട് പോയത്. അപ്പോൾ എന്നെ ഇങ്ങനെ കണ്ടു. അപ്പോൾ സത്യത്തിൽ അവിടെ സംഭാരം തരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഈ ചക്കരമുത്ത് സിനിമ വന്നില്ലേ, ആ പടത്തിലെ സെയിം റെഫറൻസിൽ ചേട്ടൻ ആ വീട്ടിലുണ്ട് ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ. അപ്പോൾ ഞാനിങ്ങോട്ട് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാ. ആൻഡ് ദെൻ ഒരു തലയിൽ തോർത്തൊക്കെ ഇട്ടിട്ട് ഒരു ചേട്ടൻ. ഞാനവിടെ ഇരിക്കുമായിരുന്നു. ഹീ ആക്ച്വലി വാക്ക്ഡ് ഇൻ. എൻ്റെ അവിടെ ചാരപ്പടിയിൽ ഒരു വലിയൊരു റോക്കിംഗ് ചെയർ പോലെ ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് ഇരുന്ന് എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ലോഹിദാസ് സാറിനെ കാണാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഞാനാണ് ലോഹിദാസ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ. then പുള്ളി എനിക്ക് മോരും സംഭാരമൊക്കെ തന്നു. ഐ ആം വെരി ക്ലിയർ അബൌട്ട്. ബിക്കോസ് ഈ നമുക്ക് അറിയാതെ ഇപ്പോൾ പുള്ളി വലിയ സ്റ്റേജുകളിൽ നിൽക്കുന്ന ആളായിരുന്നു അന്നും. എങ്ങനെ വേണമെങ്കിൽ ഒഫൻഡഡ് ആയിട്ട് എന്നെ ഇറങ്ങി പോകാമെന്ന് പറയാമായിരുന്നു. പക്ഷേ ഐ തിങ്ക് ഹി എൻജോയ്ഡ് ദാറ്റ് ഇൻട്രാക്ഷൻ. എന്നോട് ഒന്നുകൂടി വരാൻ പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എന്നോട് വേറെ കാര്യം ചോദിച്ചു, ഈ സ്ഥിരം വേഷം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഭയങ്കര ടിപ്പ് ടോപ്പായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പുള്ളിയോട് ഭയങ്കര ഒരു ഇന്നത്തെ പോലെയല്ല, പണ്ട് ഞാൻ ഡൺ സോ മച്ച് സ്റ്റുപ്പിഡ് സ്റ്റഫ് ആക്ച്വലി. അപ്പോൾ ഞാൻ പറഞ്ഞതിപ്പോൾ സാറിനെ കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ വെച്ചിട്ട് മേടിച്ചതാണ്. ഉണ്ണി എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഈ പുതിയ ഡ്രസ്സൊന്നും ഇടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. സോ റിലീവ്ഡ് ആക്ച്വലി. ബിക്കോസ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഓരോ തവണ പുള്ളിയെ കാണുമ്പോൾ ഈ 300 രൂപയുടെ ഷർട്ടും പാൻറ്റും മേടിച്ചിടേണ്ടി വന്ന അന്നത്തെ എൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. സോ ഇറ്റ് വാസ് വെരി കൈൻഡ്. അങ്ങനെ പിന്നെ സാറിനെ കണ്ട് 2-3 വർഷം സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഐ വാസ് സപ്പോസ് ടു ഡു നിവേദ്യം, ഭാമിക്ക് അങ്ങനെ തന്നെ അറിയാം. പിന്നെ വിനുമോഹനാണ് ആ പടം ചെയ്തത്. അന്ന് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഒരു ഡൈസി ഫീലിംഗ് ആയി, സിനിമ ചെയ്യണോ എന്ത് ചെയ്യണം. അപ്പോൾ സാറിങ്ങനെ പറയുമ്പോൾ ഇല്ല വേണ്ട, ഞാൻ തിരിച്ച് ഗുജറാത്തിൽ പോകും. ഈ വിൽ കോൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഞാൻ അങ്ങനെ ലൈഫ് വൈസ്. പിന്നെ ഒരു പോയിന്റിൽ ഐ വാസ് ലൈക്ക് ഓക്കെ സിനിമയിൽ അഭിനയിക്കാം, കമ്മിറ്റ് ചെയ്തേ പറ്റുമല്ലേ. അതെ. അപ്പോൾ പിന്നെ മീൻവൈൽ എനിക്ക് ഞാൻ ജോലിക്ക് കയറി. ഈ ഡിഗ്രി വേണ്ടാന്ന് വെച്ചിട്ട് ജോലിക്ക് കയറി. ഞാനിപ്പോൾ വെൻ ഐ കേം ഐ ടോൾഡ് യു റൈറ്റ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തു. So all of my friends whom I used to work with initially, we came and we played cricket and all. So cricket is a constant in your life, no matter what. ഈ 18 വയസ്സിൽ എത്ര 40 പോംസും short stories, 5-6 ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതിയ ആള്. സോ ഞാൻ അസ്യൂം ചെയ്യുകയാണ്, കറക്റ്റ് മേ ബി, ഐ യു മോർ ഓഫ് എൻ ഇൻട്രോവേർട്ട്, വളരെയധികം ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ, പെട്ടെന്ന് വാമപ്പ് ചെയ്യുന്ന വ്യക്തിയാണോ? ബിക്കോസ് ഐ ഫീൽ ഐ യു വെരി ഷൈ. ഐ മീൻ നോട്ട് എക്സാക്ട്ലി, പക്ഷേ ഈ ആസ്പെക്ട് ഓഫ് മൈ ലൈഫ്, ഈ റൈറ്റിംഗ് പോയംസ് ആൻഡ് ഓൾ വാസ് വെരി സ്ട്രോങ് വെൻ ഐ വാസ് ഇൻ സ്കൂൾ. എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് ഹിന്ദി ലിറ്ററേച്ചർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ പോയംസ് എഴുതി പിന്നെ പാരാഫ്രൈസ് ചെയ്യുക, അതെനിക്ക് ഇറ്റ് വാസ് യൂസ് ടു ഗീവ് മി ദിസ് big high. So I used to love it when teachers
ഇംഗ്ലീഷ് പാരാഫ്രൈസിംഗ് എന്ന് പറയുമ്പോൾ മൈ ഹാൻഡ് വിൽ ബി ഓൾവേസ് അപ്പ്. അപ്പോൾ ആ ടീച്ചറായിട്ട് ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട്. ദാറ്റ് ലെറ്റ് മീ ടു റൈറ്റ് എ ലോട്ട് ഓഫ് പോയംസ്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 100-200 പോയംസൊക്കെ എഴുതി ഒരു പുസ്തകമൊക്കെ ചെറിയ പബ്ലിഷ് ചെയ്ത് ഫോർ മീ, എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്. ബട്ട് സാഡ്ലി ഫോർ 8 or 9 years മൂവി ഇൻഡസ്ട്രിയിൽ എൻട്രി ആയതിനു ശേഷം എൻ്റെ ഇനീഷ്യൽ ഫേസിൽ ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ലൈക്ക് വാട്ട് എവർ ഐ യൂസ് ടു ഫീൽ മൈ ഇമോഷൻ അത് ഞാൻ പോയമാക്കി മാറ്റും. സോ ഇപ്പോൾ അത് ഇല്ല, ബീൻ എ വൈൽഡ് ആക്ച്വലി. ഒരു ആക്ടറിന് എംപത്തറ്റിക് ആവുക, ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാവുക, ഈ 2 കാര്യങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കോൺഷ്യസ്ലി നമ്മൾ ഹോണപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നാറുണ്ട്. കാരണം യു ആർ ഓൾവേസ് സറൗണ്ടഡ് ബൈ പീപ്പിൾ ഹു ലിറ്ററലി പമ്പ് യു അപ്പ്, ഹു ഡോണ്ട് ടച്ച് യു ബിനീത്ത് ദ സർഫസ്. അപ്പോൾ അതെങ്ങനെയാണ്, ഹൗ ഡു യു ഓപ്പറേറ്റ് ദാറ്റ്? എംപത്തറ്റിക് ആയേ പറ്റൂ. ഐ മീൻ അതർവൈസ് ദർ ഈസ് നോ വേ യു വിൽ കണക്ട് ടു ഫിക്ഷണൽ ക്യാരക്ടർ. അല്ലെങ്കിൽ ആ ഇമോഷൻ or you should have so much of life experiences wherein everything is close to your heart. Emotional intelligence, I am not very sure. But empathy is the absolute, because adillengil that's why I feel that bhayangara I mean actors who are like really everyone whom I have met, അവരെല്ലാവരും ഷൈ and they hardly speak. Only in front of the camera they'll transform. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നി they hold up their energies. ഇപ്പോൾ ഞാൻ the last കുറച്ച് years, though it looks very turbulent to me, but my personal space is ഭയങ്കര സൈലൻസ്. I like it to be, because ചുറ്റും ഒരുപാട് കാര്യം നടക്കുമ്പോഴേ മേജർ ഹെഡേക്ക് വരും നമുക്ക്. പിന്നെ യു വോണ്ട് ടു സേഫ് ഗാർഡ് യുവർ സെൽഫ്. അപ്പോൾ ദെൻ സംടൈംസ് നമുക്ക് തോന്നും ഇയാൾ ഭയങ്കര ഷൈ ആണെന്നോ, അല്ലെങ്കിൽ ഇയാൾ ഭയങ്കര ഇൻട്രോവേർട്ട് സ്പേസിലാണെന്നോ. ബട്ട് these are very dynamic people. Especially actors ഭയങ്കര ഡൈനാമിക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഓൺ സ്ക്രീൻ ഇഫ് യു ആർ നോട്ട് എ ഡൈനാമിക് പേഴ്സൺ യു കനോട്ട് ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് കഴിഞ്ഞാൽ ഈ ക്യാമറ ഓഫായി കഴിഞ്ഞാൽ ഇറ്റ് ഡ്രെയിൻസ് യു ഔട്ട്. ബിക്കോസ് ഈ ഫേക്ക് ഇമോഷൻസ് മനസ്സിലാക്കി അത് റീക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് ഇരിക്കുന്നത് അത്രയും നോർമൽ അല്ല. ഇറ്റ്സ് നോട്ട് എ നോർമൽ തിങ്. ഇറ്റ്സ് നോട്ട് നോർമൽ. അതാണ് ഇൻഡസ്ട്രിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ആൻഡ് അവർക്കൊക്കെ ഒരുപക്ഷെ ഉണ്ണി യു ആർ എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡ്രീംസ് കമ്മിങ് ട്രൂ. അങ്ങനെ ഒരു ഔട്ട്സൈഡർ എന്ന നിലയ്ക്ക് ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് ദ വൺ തിങ് ദാറ്റ് യു നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ഫ്രം യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ എക്സ്പീരിയൻസ്? എന്താണ് നമ്മുടെ മനസ്സിൽ കരുതേണ്ട കാര്യം? വാട്ട് ഷുഡ് യു ബി പ്രിപ്പയർഡ് ഫോർ? യു ഷുഡ് ഫസ്റ്റ് ഓൾ ഏത് കാര്യം ചെയ്താലും അതിൻ്റെ വേഴ്സ് എന്താണെന്ന് അറിഞ്ഞ് ആ വേഴ്സ് നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ജെന്യുവിനായിട്ടുള്ളൊരു ചിന്ത ഉണ്ടാക്കുക. ബിക്കോസ് ഇതിലൊരു ഫിനാൻഷ്യൽ ലോസ് അല്ല, ലോസ് ഓഫ് ടൈമാണ് എപ്പോഴും ഞാൻ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യാറ്. ഞാൻ ഇത്രയും വർഷം ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ? എനിക്ക് ഇനിയിപ്പോൾ എത്ര വർഷങ്ങളായാലും എനിക്ക് പുതിയതായിട്ട്. സോ സെൽഫ് ബിലീവ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു ഫെയിലിയർ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടോ? ആൻഡ് യു ഷുഡ് ഹാവ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. ദാറ്റ് ഈസ് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചത് അതാണ്. ബിക്കോസ് ഐ വോണ്ട് ടു ഡു ലോട്ട് ഓഫ് തിങ്സ്. മൈ 24-25 ഞാൻ ചെയ്തതിൻ്റെ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ 10% പോലും ഞാൻ ചെയ്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദാറ്റ്സ് മൈ മാസീവ് റിഗ്രറ്റ്. ബട്ട് പാതി വഴി എത്തിയിട്ട് വിട്ടുപോകണേക്കാട്ടും നല്ലതാണ് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ, വർക്ക് ഓൺ യുവർ സെൽഫ് ആൻഡ് ദെൻ കം ഔട്ട് വിക്ടോറിയസ്. ഞാൻ അത് പിന്നെ സോ നിങ്ങളുടെ ഒറ്റ പ്ലാനിൽ ഇങ്ങനെ പോകാൻ പറ്റില്ല. സോ യു ഹാവ് ടു ബി സ്മാർട്ട് ആസ് എ ഇൻഡിവിജ്വൽ. പിന്നെ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ അനുഭവിക്കുന്ന വേദന അറിയേണ്ട കാര്യമില്ല. ഐ ഹേറ്റ് വെൻ പീപ്പിൾ ക്രിബ് അബൌട്ട് ദെയർ സ്ട്രഗിൾസ്. ഐ തിങ്ക് ദാറ്റ്സ് ഈ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാൾക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് ഒരു പോയിന്റിൽ എത്തിയതിന് ശേഷം പറയാം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് യുവർ ജേർണി റിപ്പീറ്റഡ്ലി ടെലിങ് യുവർ സെൽഫ് ഓർ ഐ ഫീൽ ഇറ്റ്സ് നോട്ട് ദ വേ. സോ ഒരു നല്ലൊരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുവാണ് ദാറ്റ് ഈസ് എനിക്കിത് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് എ വെരി താങ്ക്ലെസ് ഇൻഡസ്ട്രി. നിങ്ങൾ ഭയങ്കര ടാലൻറ്റഡ് ആയിരിക്കും, പക്ഷേ ഭാഗ്യമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. സോ യു കനോട്ട് ഇവാലുവേറ്റ് ഹൗ മച്ച് ലക്കി യു ആർ. നിങ്ങളുടെ ടാലൻറ്റ് നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. യു ക്യാൻ കോമ്പീറ്റ് വിത്ത് 100 people ആൻഡ് യു ക്യാൻ കം വിക്ടോറിയസ് ആൻഡ് യു ആർ വെരി ടാലൻറ്റഡ്.
പക്ഷെ ഭാഗ്യം ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോയ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. സിനിമയിൽ നിങ്ങൾക്ക് ഭാഗ്യമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഈസ് വാട്ട് ഐ ഫീൽ. ഭാഗ്യത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ ഫീൽ 90% ഭാഗ്യമാണ്, 10% നിങ്ങളുടെ ഹാർഡ് വർക്കാണ്. എൻ്റെ 10% ഹാർഡ് വർക്ക് മറ്റുള്ളൊരു വ്യക്തിയുടെ 90% ഭാഗ്യത്തെ ബീറ്റ് ചെയ്യുന്ന ഹാർഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ദ amount ഓഫ് എഫേർട്ട് ദാറ്റ് ഐ ഹാവ് ടു പുട്ട് ഇസ് ഈക്വൽ ടു സംബഡീസ് ലക്ക്. അത് അപ്പോൾ ഹാർഡ് വർക്ക് 10% എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ പിന്നെ തീരുമാനിക്കേണ്ടത്. പക്ഷേ 90% നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യോഗമില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്താലും കിട്ടില്ല. സോ ഫസ്റ്റ് ബി റെഡി ടു അക്സെപ്റ്റ് ദാറ്റ് ഹാർഷ് റിയാലിറ്റി. ഞാൻ ഇൻഡസ്ട്രിയിൽ എത്തിപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ്ലി എനിക്ക് ഒരുപാട് നല്ല ആൾക്കാരെ മീറ്റ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും. അതിൽ ഞാൻ എൻ്റെ മനസ്സ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ലോഹിദാസ് സാർ വാസ് എ വെരി എനിക്ക് സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പുള്ളിയുടെ പെരുമാറ്റം എന്നിൽ ഭയങ്കര ഒരു ഹോപ്പ്, ഐ മീൻ ഇറ്റ് ഗേവ് മീ ദിസ് വെരി കോൺഫിഡൻസ് ആയിട്ട് സാധാരണ ഒരു ആൾക്കും സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ എനിക്ക് ഐ ഫീൽ ഗുഡ് നൈറ്റ് മോഹൻ സാർ വാസ് വെരി കൈൻഡ് ആസ് എ ഇൻഡിവിജ്വൽ. എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ തന്നു. ദാറ്റ് പെയ്ഡ് എ വേ ഫോർ മീ. ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമ കിട്ടിയിട്ടുണ്ട് എനിക്ക്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ പല ക്ലിക്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ദർ ആർ സ്മോളർ ഗ്രൂപ്പ്സ് ആൻഡ് പലപ്പോഴും ആൾക്കാർ കംഫർട്ടബിൾ വർക്കിംഗ് വിത്ത് ദെയർ ഓൺ ഗ്രൂപ്പ്സ് ആൻഡ് ഫോർ വേരിയസ് റീസൺസ്. അപ്പോൾ ഉണ്ണിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ദാറ്റ് ഐ ഹാവ് ടു പെർട്ടിക്കുലർലി ബിലോങ് ടു എ സർട്ടൻ ക്യാമ്പ് ഓർ മേ ബി ക്രിയേറ്റ് എ ക്യാമ്പ് ഓഫ് മൈ ഓൺ, അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുന്നുണ്ടോ? What is your take on these camps operating? Yeah, കേട്ടിട്ടുണ്ട് ക്യാമ്പ്സ് ഒക്കെ ഉണ്ടാവും. ഐ മീൻ ദീസ് ക്യാമ്പ്സ് ആർ മോസ്റ്റ്ലി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഫ്രണ്ട്സ്, അവർ സെയിം ഡ്രീംസ് ആൻഡ് വിഷനുള്ള ആൾക്കാർ ഒരു കൂട്ടായ്മ കൂടിയിട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ ഒബ്വിയസ്ലി സക്സസ്ഫുൾ പീപ്പിൾ ജോയിൻ ടുഗെദർ. സക്സസ് ഇസ് എ ഭയങ്കര കണക്റ്റിംഗ് ഫോഴ്സ്. യു വിൽ ഓൾവേസ് യു സീ സക്സസ്ഫുൾ പീപ്പിൾ അട്രാക്റ്റിംഗ് എ ലോട്ട് ഓഫ് ഗുഡ് പ്രൊജക്ട്സ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഇത് റിപ്പീറ്റഡ്ലായി സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ കൂട്ടുകാരുണ്ടെങ്കിൽ നന്നായിരിക്കും. എൻ്റെ കേസ് വേറെ ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ വന്നത് തന്നെ ഗുജറാത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉള്ള ഫ്രണ്ട്സ് പോയ അവസ്ഥയായിരുന്നു. ഇവിടെ വന്നിട്ട് ഇനീഷ്യൽ ഡേയ്സിൽ മലയാളം എഴുതാനും വായിക്കാനും കൃത്യമായിട്ട് അങ്ങനെ ഭയങ്കര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ സംവെയർ ഇറ്റ് വാസ് എ മേജർ സ്ട്രഗിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്, ബിക്കോസ് കേരളവും ഗുജറാത്തും ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പോൾ എനിക്ക് ബട്ട് ഐ സംവേ ഫെൽ ദറ്റ് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബൈ നേച്ചർ എനിക്ക് ഇങ്ങനെ ക്യാമ്പിങ്, ഗ്രൂപ്പിസം ഇതൊന്നും എനിക്ക് വലിയ ഇഷ്ടം. ഐ ഡോണ്ട് പ്രൊപ്പഗേറ്റ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ഓഫ് ദാറ്റ്. ബിക്കോസ് ഒരു ആക്ടറിന് അങ്ങനത്തെ ലിമിറ്റേഷൻ വയ്ക്കാൻ പാടില്ല. ഇന്നൊരു വിഭാഗത്തിന് വേണ്ടി സിനിമ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുടെ കൂടെ ചെയ്യുക. ഗ്രോത്ത് ഉണ്ടാവില്ല എന്നാണോ പറയുന്നത്? ഗ്രോത്ത് അല്ല, എനിക്ക് ബോറടിച്ചു പോകും. എനിക്ക് മൈ റീസൺസ് ആർ വെരി ഡിഫറെൻറ്റ്. മൈ റീസൺസ് ആർ വെരി വെരി പേഴ്സണൽ ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ബീങ് അറ്റ് വൺ സ്പോട്ട്. എനിക്ക് പെട്ടെന്ന് ബോറടിച്ചു. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇഫ് ഐ ഡോണ്ട് എക്സൈറ്റ് മൈസെൽഫ്, സിനിമകളിൽ തന്നെ എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നില്ലെങ്കിൽ അറ്റ് എനി ഗിവൻ പോയിന്റ് ഓഫ് ടൈം ഞാൻ സിനിമ വേണ്ടെന്ന് വയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓഡിയൻസ് കാവ് ഔട്ട് ചെയ്യുക ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ്, അത് എത്രത്തോളം വാല്യുബിൾ ആണ് ഫോർ ആൻ ആക്ടർ ഇന്നത്തെ ഒരു ബേസ് ഓഡിയൻസ് ഉണ്ടായാലും എപ്പോഴും നല്ലതാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഫോളോ ചെയ്യുന്നതിൻ്റെ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കും ഈ മുതിർന്ന ഫാമിലി ഓഡിയൻസിനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈമർലി ബിക്കോസ് ഓഫ് മെപ്പടിയാൻ, ഷഫീഖ്, മാളികപ്പുറം, ഈ സിനിമകൾ പ്രോപ്പർലി ഡിസൈൻഡ് ഫോർ ദി ഫാമിലീസാണ്. ഞാൻ എൻ്റെ ഈവൻ പ്രൊമോഷനിൽ ഉൾപ്പെടെ ഞാൻ ഇത് കുടുംബചിത്രം എന്നാണ് പറയുന്നത്, ഈവൻ ഫോർ ജയ ഗണേഷ്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് ഐ ഹാവ് ടു സ്ലോഗ് ആർസ് ആൻഡ് ആർസ് ഇവരിലേക്ക് എൻ്റെ സിനിമ എത്തിക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് ഐ മീൻ യു ഹാവ് ടു ഡു, ബിക്കോസ് ഇവർ ഫുൾ ഈ കമ്മ്യൂണിറ്റി രണ്ടുപേര് കുട്ടികളങ്ങ് ഫോണിൽ ഉണ്ടാവാറില്ല. വീട്ടിലെ മുത്തശ്ശിയും അവർക്ക് ഇപ്പോൾ രണ്ടുപേരും, ഇപ്പോൾ കുട്ടികൾക്കും വീട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് സിനിമ തിയേറ്ററിൽ പോകണമെങ്കിലും ദേ ആർ വെരി ഡിപ്പെൻഡൻ്റ് ഓൺ ദെയർ നമ്മളെ പോലത്തെ ജനറേഷനിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഇവർ അത്രയും പെട്ടെന്ന് ഇംപ്രസ് ആയിട്ടില്ല. ബിക്കോസ് ഞാൻ ചെയ്ത സിനിമകൾ അവർക്ക് വേണ്ടിയിട്ടല്ല, സിനിമ തിയേറ്ററിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ടതാണ്. സോ മൈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിൽ നെവർ എക്സൈറ്റ് എ യങ് ഫെലോ, ഐ നോ ഇറ്റ്. ഇനി വരാൻ പോകുന്ന സിനിമകളിൽ നൗ ഇറ്റ് ഈസ് ഫോർ ദം. ബട്ട് ഈ കഴിഞ്ഞ ഇത്രയും വർഷം ഞാൻ പ്ലാൻ ചെയ്തത് ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളത് എപ്പോഴും നല്ലതാണ് ഫോർ ദി തിയേറ്റേഴ്സ്. സോ ഐ ബിലീവ് ഇൻ തിയേറ്ററിക്കൽ ലോങ് റൺ. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കിതൊന്നും അറിയില്ല, പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെങ്കിൽ അത് ഫാമിലി ഓഡിയൻസ് ഫൈനലി കയറി വരണം, ലൈക്ക് ആ ഒരു 100 crore ക്ലബിലേക്ക് പോകണം. പക്ഷെ അവർ ആദ്യം വരുമോ അതുമില്ല.
അവര് പതുക്കെ 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 ട്രിക്കിൾ ചെയ്ത് അവര് സ്ലോലി വരും, അഭിപ്രായം കേട്ട് അങ്ങനെ വരും. അപ്പോൾ അതിന് മുന്നേ വരെ നമുക്ക് കുറച്ച് മാർക്കറ്റിംഗ് കൂടുതൽ ചെയ്യേണ്ടി വരും. പിന്നെ അത് വരും, ഒരു പോയിന്റ് കഴിഞ്ഞാൽ വരേണ്ടതാണ്. ഒരു വിശ്വാസം വന്ന് നമ്മളത് നടനേക്കാളും കൂടുതൽ നമ്മളെ വ്യക്തിയെ ഇഷ്ടപ്പെട്ട് വരാൻ, അങ്ങനെയൊക്കെയാണ് വരിക. ഞാനൊരു ആക്ടറിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ചോദിക്കുകയാണ്, ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറയുന്നത് എത്ര ഒരു വലിയൊരു പേടി സ്വപ്നമാണ്. ഡു യു ആക്ച്വലി ഡ്രീം അബൌട്ട് എത്ര നമ്പേഴ്സാണ് ഇപ്പോൾ എല്ലാവരും 100 crore 200 crore എന്നൊക്കെ പറയുമ്പോൾ ആ നമ്പേഴ്സ് ഡു ദേ പ്ലേ എ പാർട്ട് ഇൻ യുവർ ഹെഡ്? ബോക്സ് ഓഫീസ് സക്സസ് അൾട്ടിമേറ്റ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പണ്ടേ പറഞ്ഞിരുന്നു ഇതൊക്കെ ഐ വിൽ അച്ചീവ് ഇറ്റ്. ഇറ്റ്സ് ബിക്കോസ് അങ്ങനത്തെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രി വെച്ചിട്ടുണ്ടെങ്കിൽ വൈ നോട്ട് ഗോ ഫോർ ഇറ്റ്. പിന്നെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഞാൻ എപ്പോഴും ഐ സൈഡ് ഐ ആം വെരി പോസിറ്റീവ് അബൌട്ട് ഇറ്റ്. ഞാൻ മനസ്സിൽ കാണുന്ന ഫിഗറൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ യു ആർ തിങ്കിങ് ടു മച്ച് എന്നാണ് പറയുക. ബട്ട് ഐ ഫീൽ എവറിത്തിങ് ഈസ് അച്ചീവബിൾ ഇഫ് യു ഗിവ് യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു ഇറ്റ്. പിന്നെ എന്നെ എനിക്കിപ്പോൾ റിലീസ് വരുന്നുണ്ട്, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞു. എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് ഈ സിനിമ നല്ല സിനിമയാണെന്ന്. ഇനി ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ കാൻ ഡു എനിത്തിങ്. നമുക്ക് നമ്മുടെ കൺട്രോളില്ല. ഇപ്പോൾ പടം സെൻസറായി എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ടെൻഷൻ എടുക്കാതിരിക്കുക. ഒരു വ്യക്തിക്ക് ഒരു ജനറലി ഒരു ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന് പൈസ വേണം, 2 റിലേഷൻഷിപ്സ് സ്റ്റേബിൾ ആയിരിക്കണം. ഈ 2 സംഭവങ്ങളും വേണം. പൈസയുടെ കാര്യമൊക്കെ നമുക്ക് ജനറൽ ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ റിലേഷൻഷിപ്സിൻ്റെ കാര്യം സ്റ്റേറ്റസ് ഇപ്പോഴും അറിയില്ല. വൺ ഓഫ് കേരളാസ് മോസ്റ്റ് എലിജിബിൾ ബാച്ചുലേഴ്സ് ആണ്. സോ ടെൽ മീ വാട്ട്സ് യുവർ ഐഡിയ ഓഫ് യുവർ എക്സ്പെക്ടേഷൻസ് ഫ്രം എ റിലേഷൻഷിപ്പ്? ഒരു ഇതെല്ലാം പെൺകുട്ടികളെല്ലാവരും ചോദിക്കും, ആൺകുട്ടികളോട് ആരും ചോദിക്കൂല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് ചാൻസ് എടുക്കുകയാണ്. സോ എനിക്കറിയില്ല. ഐ മീൻ ദ ഫാക്ട് ഈസ് ദാറ്റ് വാട്ട് യു വാണ്ട്. ഇത് എൻ്റെ ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ആസ്ക് യു അനദർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ യു ഡിഡ്? ഒരു പെൺകുട്ടിയെ ഡേറ്റ് ചെയ്തപ്പോൾ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണ് ചെയ്തതെന്ന് പറയും? ഓൾവേസ് ലെറ്റ് ഗോൺ ഓഫ് ദി ബെസ്റ്റ് വിമൻ. ഐ ഓൾവേസ് ചൂസ് മൈ കരിയർ ഓവർ. അയ്യോ. So that's a fun thing. I never had breakups. I never had breakups in my life. What do you mean by that? Breakups എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ they'll fight and they'll move apart. So I have always moved apart, but just without a fight. Without a fight എന്ന് വെച്ചാൽ I always knew that it's career. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളത്. So I don't know how people end up fighting with people they at one point carrying too much. അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതർവൈസ് മൈ എക്സ്പെക്ടേഷൻസ് ആർ പ്രിറ്റി മച്ച് സിമ്പിൾ. എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരാൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്, യു ഷുഡ് ഹാവ് പീസ്ഫുൾ ലൈഫ് ആക്ച്വലി. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഐ ഹവ് സീൻ പീപ്പിൾ മെസ് അപ്പ് ബിഗ് ടൈം. സോ പിന്നെ എനിക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഓഫ് ലൈറ്റ് ടു മെനി പീപ്പിൾസ് ഹവ് ബീൻ ആസ്കിങ് ഓൾവേസ്. ഐ എം ഇൻ നോ ഹറി ആക്ച്വലി, ബിക്കോസ് ലൈഫ് ഈസ് വെരി ബിസി. ഇപ്പോൾ ഈ സമയമില്ലാതെ വരും, സമയം ഒരുപാട് ഫ്രീ ടൈം ഉള്ളവരാണ് ഇതൊക്കെ ചിന്തിക്കുക. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു മിസ്സിങ് പോയിൻ്റ് ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ എവറിത്തിങ് എസ്പെഷ്യലി ഇതൊക്കെ ഇറ്റ് ഹാസ് എ വെരി ഡെഫിനറ്റ് ടൈം. ഇതും യോഗം ആണ് ഞാൻ ഇതിലൊക്കെ ഭയങ്കര വിശ്വസിക്കുന്ന ആളാണ്. So if you are not destined for certain things in life, it will not happen. And if you are destined, it will all happen. അപ്പോൾ ഇത് ഒരാളെ നമുക്കിങ്ങനെ ഇനി കല്യാണം കഴിക്കാം അങ്ങനെ ഞാൻ എൻ്റെ ചുറ്റിൽ ആരും അങ്ങനെ ചെയ്ത് എനിക്ക് അറിയില്ല. ഇവിടെ തോട്ട് ഓഫ് ഇറ്റ്, പിന്നെ സംഭവിച്ചു. നമ്മുടെ എന്ന് വെച്ചാൽ എൻ്റെ എനർജി ഒരു യുദ്ധം പോലെയായിരുന്നു എനിക്ക് എൻ്റെ കരിയർ. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി റിലാക്സ് ആയപ്പോൾ സമയത്താണ് ആവശ്യമില്ലാത്ത ഒരുപാട് വിവാദങ്ങളും അതൊക്കെ വന്നത്. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞല്ലോ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ. പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വിഷമം അറിയില്ലെന്ന് പറയാം. ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം റെലവൻ്റ് ആണ് ഇന്നിപ്പോൾ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നിൽക്കുമ്പോൾ? ഭയങ്കര ഒരു ഐ തിങ്ക് ഒരു മേക്ക് ഓർ ബ്രേക്ക് പവർ ഉണ്ടോ സോഷ്യൽ മീഡിയക്ക്? സോഷ്യൽ മീഡിയ ക്യാൻ നോട്ട് മേക്ക് ഓർ ബ്രേക്ക്, ബട്ട് ഇറ്റ് വിൽ ഓൾവേസ് കീപ് യു ഇൻ ദ. പിന്നെ നമ്മൾ വാട്ട് കൈൻഡ് ഓഫ് എൻ ഇൻഡിവിജ്വൽ യു ആർ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് എന്ത് വായിച്ചാലും എന്ത് നോക്കിയാലും കല്ലുവല്ലി അങ്ങനെ അവർ മൈൻഡ് ചെയ്യാതെ പോകും. ഞാൻ അങ്ങനെ അല്ലാന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി. ഞാൻ ജെനുവിൻലി കുറച്ച് സെൻസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി, റിയാക്റ്റീവ് ആണെന്ന് മനസ്സിലായി. അത് എൻ്റെ സ്പോണ്ടനിറ്റി വാസ് നോട്ട് എ സർപ്രൈസ് ടു മീ. ഐ ന്യൂ നോബഡി അറൗണ്ട് മൈ ഫാമിലി ഓർ ഫ്രണ്ട്സ് ഉണ്ണി റിയാക്ട് ചെയ്തു എന്ന് വെച്ചിട്ട് അവർക്ക് ഷോക്കല്ല, അവൻ ചെയ്യും എന്നുണ്ടായിരുന്നു. അവൻ തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ടായി. ഞാനിപ്പോൾ കുറച്ച് ഈ കൾച്ചറിൽ യൂസ് ടു ആയി. യു സി, ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു എനി അതർ കോൺട്രവേഴ്സി. അതൊന്നും എനിക്ക് താല്പര്യമില്ല. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ബിഹേവിങ് ഇൻ ദിസ് മാനർ.
ബിക്കോസ് നമ്മൾ ഇനി പഠിച്ചത് കൊണ്ട് ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. ഇനീഷ്യലി ഭയങ്കര പുതിയതായതുകൊണ്ടേ വല്ലാത്തൊരു ഭയങ്കര വ്യക്തികൾ പറയുമ്പോൾ ഐ ഫെൽറ്റ് ദി ആർ ബീങ് ടു ജഡ്ജ്മെൻ്റൽ, ടു ഹാർഷ് അങ്ങനെയൊക്കെ. ഇപ്പോൾ യൂസ് ടു ആയി. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞ് ഈ ദൃശ്യം സിനിമയിൽ പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നമ്മൾ ഒട്ടും താല്പര്യമില്ല, ഒരുപാട് പേർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷേ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് ഇത് രണ്ടും എൻ്റെ കൺട്രോളല്ല. സംബഡി ഹൂ സേസ് ദാറ്റ് ഐ ലവ് യു ആൻഡ് സംബഡി ഹൂ സേസ് ഐ ഹേറ്റ് യു, ഈ രണ്ട് പേരും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഏരിയ ഓഫ് വർക്ക്, സിനിമകളാണ്. എൻ്റെ സിനിമകളിലൂടെയാണ് ഇവർ എന്നെ ഇഷ്ടപ്പെടാനും വെറുക്കാനും പോകുന്നത്. വ്യക്തി ജീവിതത്തിൽ ആർക്കും എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആർക്കും എന്നെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ 2012 മുതലാണ് സിനിമകളിൽ കയറിയത്. ഉണ്ണി എന്ന വ്യക്തിനെ ഞാൻ അധികം കൂടുതൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. അതൊരു പക്ഷേ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. നമ്മുടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി, ഇഫ് ഇറ്റ് ഇസ് ഫോർ പബ്ലിക് കൺസംപ്ഷൻ, ഇറ്റ് അഫക്ട്സ് യുവർ ആക്ടേഴ്സ്. അല്ലല്ല, അതുകൊണ്ടാണോ? നോ, ഐ ലൈക്ക് ടു കീപ് ഇറ്റ് പ്രൈവറ്റ്. ഓക്കെ. എനിക്ക് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ഓഫ് ദാറ്റ്. ഇപ്പോൾ പഴയ തോട്ട് പ്രോസസ്സ് അതൊക്കെ, വെരിൻ യു ഷുഡ് ഹൈഡ് യുവർ സ്റ്റാഫ് ആൻഡ് ബിക്കോസ് ഓഡിയൻസ് നിങ്ങളെ കൂടുതൽ ഇൻ്റർവ്യൂസ് കൊടുക്കാൻ പാടില്ല. ഐ ഡോണ്ട് തിങ്ക് ഓൾ ഓഫ് ദാറ്റ്. അതൊക്കെ കാരണം ആ ട്രെൻഡ് മാറിയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ സീയിങ് എ ലോട്ട് ഓഫ് ആക്ടേഴ്സ് ഗിവിംഗ് വെരി ഇന്റിമേറ്റ് പേഴ്സണൽ ഇന്റർവ്യൂസ്. അതിവിടെ മാത്രമല്ല, ഈവൻ അബ്രോഡ്. I don't believe in all of that. I believe in the fact that I like to keep it private. Just because you like it that way. Yeah. അത്ര മസിലില്ല, പക്ഷെ ഓക്കെയാണ്. ദാറ്റ് ട്രിഗേഴ്സ് മീ ലൈക്ക് ബിഗ് ടൈം ആൻഡ് ഐ വർക്ക് ഔട്ട്. സോ അമ്മ നോസ് ദാറ്റ് ഐ വോണ്ട് ദിസ് ടു ഹാപ്പൻ, സോ ദാറ്റ് ഐ വോണ്ട് സം റീസൺ ടു വർക്ക് ഔട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്ന വ്യക്തി മാറിപ്പോകാൻ പാടില്ല എന്ന് അതൊന്നും എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. ഓൾ ദ ഇഷ്യൂസ് എൻ്റെ ലൈഫിലുണ്ടായ സമയത്ത് ഞാൻ ഒരാളുടെ അടുത്തും ചേട്ടാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല.